നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മോളെ ഇത്? നിനക്ക് സമയത്തെടുത്ത് കഴിച്ചൂടെ? എന്തിനാ ജയെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ആഹാ, അത് ശരി. ഞാൻ ഭാവനയെ ഊട്ടുന്നതാണോ ബുദ്ധിമുട്ട്? എന്നാൽ അതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ. ഭാവനയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നമ്മൾ അറിവും അനുഭവം ഉള്ളവര് തന്നെ വിചാരിക്കണം. അതാ ആന്റി പറഞ്ഞത് നേരാ. ഭാവനയ്ക്കൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കാനേ അറിയൂ. സ്വന്തം കാര്യം വരുമ്പോ അതൊക്കെ മറക്കും. ഇതേ അഭിപ്രായം മാനസമോളും ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. മതി ആന്റി, ഇനി കഴിച്ചാ ചിലപ്പോ ഞാൻ വോമിറ്റ് ചെയ്യും. എന്നാ മതി മോളെ, ആ വെള്ളം കൊടുക്ക്. ഗായത്രി, ഞാൻ ഈ പാത്രം കൊണ്ടുവച്ചിട്ട് വരാം. ഭാവനെ, നിനക്കെങ്ങനെ? മറ്റു ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല മായച്ചി, ചില ആഹാരങ്ങൾ പിടിക്കുന്നില്ല. മണം കിട്ടിയാലേ ഞാൻ വോമിറ്റ് ചെയ്യും. അത് പിന്നെ അങ്ങനെയാണല്ലോ. ദാ, ഇവളെ ഗർഭിണിയായിരുന്നപ്പോ ഒരുമാതിരിപ്പെട്ട ഒരാഹാരവും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഓരോരുത്തർക്കും ഗർഭകാലത്ത് ഓരോ അനുഭവങ്ങളാ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുകയാണോ? വാ, അകത്തേക്ക് വാ. വാ മായി, വാ. മായച്ചി വാ. ഭാവനയ്ക്കിപ്പൊ നല്ലപോലെ റെസ്റ്റ് വേണ്ട സമയമല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഞാനും അക്കാര്യം പറയാനാ വന്നത്. എന്തുപറ്റി? കുറച്ചു ദിവസത്തേക്ക് മോള് വീട്ടിൽ വന്ന് നിൽക്കട്ടെ ജയെ. ജയ്ക്കും സുഖമില്ലാത്തല്ലേ? അത് വേണ്ട ഗായത്രി. എനിക്കിപ്പോ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. ഭാവനയെ ഞാൻ നല്ലതുപോലെ നോക്കിക്കോളാം. ഭാവനയെ എന്റെ പേരക്കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ഞാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യും. ജയ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ എന്ത് പറയാനാ? ആന്റി, ഭാവനയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും വരില്ല. ആന്റി ആണെങ്കിൽ ഒരു നിഴല് പോലെ തന്നെ കൂടെ ഉണ്ട്. ഭാവനെ വന്നേ. ആ, ഇപ്പോഴേ വാ. എന്നേക്കാൾ കൂടുതൽ നിർബന്ധം മായയ്ക്ക. അവളും ഒന്ന് പ്രസവിച്ചല്ലേ, അവൾക്കും അറിയാലോ ഓരോ ബുദ്ധിമുട്ടുകള്. മായയും ഭാവനയുടെ ഈ അവസ്ഥയില് അവളുടെ വീട്ടിലേക്ക് പോയോ, അതോ ഗായത്രിയാണോ നോക്കിയത്? മായയുടെ വീട്ടുകാർ കൊണ്ടുപോകാൻ വന്നായിരുന്നു, പക്ഷെ ഞാൻ വിട്ടില്ല. പിന്നെ ഭാവനയും. ആണല്ലോ. ഇപ്പോ അന്നത്തെ ഗായത്രിയാണ് ഞാനെന്നങ്ങ് വിചാരിച്ചാ മതി. സത്യം പറഞ്ഞ ഞങ്ങൾ വന്നപ്പോ കണ്ട കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞു ഭാവന. നിന്നെ കൊല്ലാൻ വേണ്ടി നടന്ന ആന്റി നിനക്ക് ആഹാരം വാരി തരുന്നു. നിന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള തീരുമാനമായിട്ടാ ഞങ്ങൾ വന്നത്. പക്ഷേ ആന്റി ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞു. ശരിക്കും ആന്റി മുമ്പേ എന്നോട് കാണിച്ചിരുന്ന അതേ സ്നേഹം തന്നെയാ ഇപ്പൊ എന്നോടുള്ളത്. മനുഷ്യനല്ലേ മായച്ചി, എപ്പോ വേണമെങ്കിലും നല്ല ബുദ്ധി തോന്നാലോ. എന്തായാലും ഇക്കാര്യത്തിൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അമ്മയ്ക്കും ഇപ്പൊ നല്ല സന്തോഷമുണ്ട് മായച്ചി. ഞാൻ ആ മുഖം ശ്രദ്ധിച്ചു. പാവാ, എന്നെ കുറിച്ച് ആലോചിച്ച് ഏറ്റവും കൂടുതൽ വേദനിച്ചിരുന്നത് അമ്മയാ. അതെ ഭാവന, നിനക്കൊരു കുടുംബം ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, അതും സൂര്യയോടൊപ്പം. ഇന്നിപ്പോ അത് സത്യമായി തീർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അവിടെ അമ്മയുടെ കണ്ണുനീരും ദൈവത്തിന്റെ മുന്നിൽ കാണിക്കയായിട്ടുണ്ടാവും. അതെ മായച്ചി, ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ അമ്മയുടെയും മായച്ചിയുടെയും ഒക്കെ പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. സൂര്യ എങ്ങനെ, ഹാപ്പിയാണോ? അത് പിന്നെ ഹാപ്പി ആവാതിരിക്കോ? ഇപ്പോഴും സൂര്യക്കൊന്നും വിശ്വാസം വന്നിട്ടില്ല മായച്ചി. ആന്റിക്ക് എന്നോടുള്ള പെരുമാറ്റത്തിൽ സൂര്യ ഇപ്പൊ ശരിക്കും ഞെട്ടിയിരിക്കുന്നത്.
ആന്റി എന്നോട് ചെയ്തിട്ടുള്ളതിനെല്ലാം എത്ര വട്ടം എന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്ന് മായച്ചിക്ക് അറിയോ? മനസ്സിലെപ്പോഴും ആ കുറ്റബോധം കാണും ഭാവന. സമയം മോശമായിരിക്കുമ്പോൾ ഓരോന്നും തോന്നും, പിന്നീട് ആലോചിക്കുമ്പോൾ എല്ലാം തെറ്റായിരുന്നു എന്നും തോന്നും. ഇപ്പോ ആന്റിക്കാ ഇവിടെ റെസ്റ്റ് വേണ്ടത്. പക്ഷേ സ്വന്തം കാര്യം ആന്റി ശ്രദ്ധിക്കുന്ന പോലുമില്ല. മാനസ എങ്ങനെ ജോലിയൊക്കെ ചെയ്യോ? പിന്നെ ചെയ്യാതെ, പാവോ, അവള് നല്ലവളാ മായച്ചി. മോളെ, എന്തായാലും ഞങ്ങളുടെ ഉൾഭയം മാറിക്കിട്ടി. ശരിക്കും ഇപ്പോഴാ ജയ് ഒരു അമ്മയായത്. അതെ അമ്മ, ആദ്യമൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നതാ. അങ്ങനെയായിരുന്നല്ലോ ആന്റിയുടെ പെരുമാറ്റവും. എന്തായാലും നീ പലർക്കും ചെയ്ത നന്മകളാ നിനക്കിപ്പോ പുണ്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, നിങ്ങൾ വന്നാ മതി. ഇങ്ങ് വാ. നിന്നെ അങ്ങോട്ട് അയക്കാൻ ജയ്ക്ക് തീരെ താല്പര്യമില്ല. ഇവിടെ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലമ്മേ, ഞാൻ ഇവിടെ നിന്നോളാം. ശരീരമൊക്കെ നന്നായിട്ട് നോക്കിക്കോണം. അറിയാലോ, ഈ സമയത്ത് ധാരാളം പച്ചക്കറികൾ കഴിക്കണം, കഴിക്കാതിരിക്കരുത്. പിന്നെ ധാരാളം വെള്ളം കുടിച്ചോണം, കേട്ടോ? ഇതൊക്കെ ഞാൻ മറന്നാലും അമ്മേ ആന്റി മറക്കില്ല. പിന്നെ മാനസ ഉണ്ടല്ലോ, അവൾ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഭാനുവും സേതുവും ഒക്കെ വരാൻ വേണ്ടിയിരുന്ന, പിന്നെ പെട്ടെന്ന് ഞങ്ങളോട് മുന്നേ പൊക്കോളാൻ പറഞ്ഞു. അവര് വന്നോളൂ. ആന്റിയോട് ഞാൻ പിന്നീട് സംസാരിക്കാം. എന്നിട്ട് ഞാൻ 2 ദിവസം വന്ന് നിൽക്കാം. അത് വേണ്ട മോളെ. ജയ് ഇപ്പൊ നല്ല സന്തോഷത്തിലാ. മക്കളായിട്ട് സന്തോഷം കളയണ്ട. മായച്ചി, മായച്ചി, ഭാവനയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ല മാനസ. ഭാവനയെ ഞങ്ങൾക്കല്ലേ അറിയൂ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒന്നും അവക്കൊട്ടും ഇഷ്ടമല്ല. എനിക്കത് പണ്ടേ അറിയാലോ മായേ. പക്ഷേ അന്നത്തെ ഭാവന അല്ലല്ലോ ഇന്നിപ്പോ. ഇന്ന് ഭാവന ഒരു അമ്മയാവാൻ പോവല്ലേ. ഭാവന ആ ഒരു ത്രില്ലിൽ തന്നെയാ. എങ്കിലും സുഖമില്ലാത്ത ആന്റിയെ അവക്ക് വേണ്ടി കഷ്ടപ്പെടുത്തുന്നതിൽ അവക്ക് വിഷമമുണ്ട്. എനിക്കിപ്പോ ഒരു അസുഖവും ഇല്ല. സത്യം പറഞ്ഞാ എനിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നതുപോലെ ഞാൻ മറന്നുപോയി. നിങ്ങൾ വാ. ആ ഗായത്രി ഇരിക്കെ. എനിക്കറിയാം ആന്റി, ഭാവനയെ ഞാൻ അയക്കില്ല എന്ന് പറഞ്ഞതിൽ ഗായത്രിക്ക് വിഷമമുണ്ടല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ജയേ. എന്റെ മോളുടെ സന്തോഷാണ് എന്റെയും സന്തോഷം. നേര് പറഞ്ഞ എന്റെ പേരക്കുട്ടിയുടെ വരവും നോക്കിയാ ഞാൻ കാത്തിരിക്കുന്നത്. എന്റെ സ്ഥിതിയും അത് തന്നെയാ ജയേ. ഞാൻ 5 പ്രസവിച്ചെങ്കിലും ഇപ്പൊ ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിലും മക്കളെക്കാൾ നമുക്ക് സ്നേഹം കൂടുതല് കൊച്ചുമക്കളോടായിരിക്കും. അത് നേര്. എന്നെ വളർത്തിയത് തന്നെ എന്റെ അപ്പൂപ്പനും അമ്മൂമ്മയോ. അമ്മേ, ഇവിടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ജയേ, ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായാലും ഇവളില്ലെന്നേ പറയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നോട് എന്തായാലും കള്ളൊന്നും പറയില്ല ഗായത്രി. പിന്നെ ആഹാരം കഴിക്കാനുള്ള മടി, അക്കാര്യത്തിൽ എനിക്ക് പരാതിയുള്ളൂ. കേട്ടല്ലോ ഭാവന, ഒന്നാമതേ ആന്റിയും സുഖമില്ലാത്ത ആളാ. നിന്നെ ആന്റി നോക്കുന്നതിനേക്കാൾ കൂടുതൽ നീ ആന്റിയെ ശ്രദ്ധിക്കണം. അതൊക്കെ ഞാനും നോക്കുന്നുണ്ട് മായേച്ചി. സത്യം പറഞ്ഞ രണ്ടുപേരും ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ കണക്ക് തന്നെ. കണ്ടില്ലേ, സ്വന്തം കാര്യം പറഞ്ഞപ്പോ രണ്ടാളും ചിരിക്കുന്നേ. അമ്മേ, അമ്മ സമാധാനത്തോടെ ഇരിക്കും. ഇവിടെ ഒന്നിനും ഒരു കുറവും വരാതെ എന്നെ എല്ലാവരും നോക്കുന്നുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുമ്പോ ഞാൻ അതുവഴി വരാം. അതെ ഗായത്രി, എപ്പ വേണമെങ്കിലും ഗായത്രിക്ക് ഇങ്ങോട്ട് വരാല്ലോ. അതെനിക്കറിയില്ലേ. സത്യം പറഞ്ഞ ഇങ്ങോട്ട് വന്നതിനേക്കാൾ സന്തോഷത്തോടെയാ ഞാൻ തിരിച്ചു പോകുന്നത്. അത്രമാത്രം നിങ്ങളൊക്കെ എന്റെ മോളെ നോക്കുന്നുണ്ട്. സേതുവേട്ടൻ സൗകര്യം പോലെ വന്നോളും കേട്ടോ മോളെ. ശരി മായച്ചി. എന്നാ പിന്നെ ഇറങ്ങട്ടെ ജയ്. സൂര്യമോനും അച്ഛനും വരുമ്പോ പറഞ്ഞേക്ക്.
പോട്ടെ മോളെ. ശരി, ഇനി യാത്ര പറയുന്നില്ല, ഇറങ്ങട്ടെ. ശരി എന്നാ സൂക്ഷിച്ചോണം. പോയിട്ട് വരാം. ശരി ചേച്ചി. ബൈ. നമ്മളാരും പ്രതീക്ഷിച്ചതല്ല സേതോട്ട് അവിടെ കണ്ടത്. ഭാവനയെ ജയനിർമ്മല ആന്റി പൊന്നുപോലെയാ നോക്കുന്നത്. ആ, നമ്മൾ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടാ പോയിരുന്നെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാന്ന് പറയാമായിരുന്നു. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല. സത്യത്തിൽ സേതു എന്റെ മനസ്സും കണ്ണും നിറഞ്ഞുപോയി. അമ്മേ, പലതും നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അല്ല. ഇപ്പം അതെ. സൂര്യയുടെയും ഭാവനയുടെയും കല്യാണം കഴിയുന്നതിന് മുമ്പ് വരെ ആന്റി എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത്. ഇപ്പൊ ഭാവന സ്വന്തം മരുമോളല്ലേ. അപ്പൊ പിന്നെ ആ കെയറിങ് കാണിക്കാതിരിക്കാൻ പറ്റൂ. അപ്പൊ ഭാവനേച്ചിയുടെ കാര്യത്തെ ഇനി നമുക്കൊരു പേടിയും വേണ്ട അല്ലേ മായേച്ചി? അതെ, മാനസയും ഭാവനയ്ക്കൊപ്പം തന്നെ ഉണ്ട്.